നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോട്ടകം ആട്ടാറ പാലത്തിന് പടിഞ്ഞാറ് വശത്ത് കരിയാറിന്റെ കൈവഴിയോട് ചേർന്നുള്ള 3 ഏക്കർ വിസ്തൃതിയുള്ള ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാമിന്റെ ഉടമ വിപിൻ നായരെ ഫാമിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഉള്ളതായി ഭാര്യ അനില ആരോപിച്ചു. ഫാമിൽ മത്സ്യത്തൊഴിലാളികൾക്ക് തീറ്റ നൽകുവാനും കുളങ്ങളിൽ വായു സഞ്ചാരം ഉറപ്പാക്കാനുമാണ് വിപിൻ രാത്രികാലങ്ങളിൽ ഫാമിൽ തങ്ങിയിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് വിപിൻ ഫാമിലേക്ക് പോയതെന്നാണ് അനില പറയുന്നത്. മകളെ പഠന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വിപിൻ എത്താതിരുന്നതോടെ ഭാര്യ അനിലയും മറ്റും ഈ ഫാമിലേക്ക് എത്തിയപ്പോഴാണ് വിപിനെ കാണാതായി എന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. കിടക്കുന്ന സ്ഥലത്ത് കിടക്ക മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. കപ്പലണ്ടി ചിതറി കിടപ്പുണ്ടായിരുന്നു. വിപിന്റെ ഫോണും ടോർച്ചും ഈ സമീപത്ത് തന്നെയാണ് കണ്ടെത്തിയത്. ഭർത്താവ് ജീവനൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് ഭാര്യ പറയുന്നത്. ഈ ഫാമിൽ CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തനരഹിതമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. വൈക്കത്തെ ഫിഷ് ഫാം ഉടമ വിപിൻ നായരുടെ മരണത്തിലാണ് ഈ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ദുരൂഹത ആരോപിച്ചിരിക്കുന്നത്. കാരണം വിപിൻ ആത്മഹത്യ ചെയ്യില്ല. ഈ ഫിഷ് ഫാമിലെ ഷെഡിൽ നിന്ന് ലഭിച്ച സൂചനകൾ ആത്മഹത്യയെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ളതല്ലെന്നും ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. വിപിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. വൈക്കം തോട്ടകം ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാം ഉടമ TV പുരം സ്വദേശി വിപിൻ നായരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ഫാമിന് സമീപത്തെ കാരിയാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി മുതൽ കാണാതായിരുന്നു. ദേഹത്തെ ഇഷ്ടികകൾ കെട്ടിവച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം. എന്നാൽ വിപിൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ഫിഷ് ഫാമിലെ ഷെഡിൽ നിന്ന് ലഭിച്ച സൂചനകൾ ആത്മഹത്യയെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ളതല്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഷെഡിനുള്ളിൽ നിന്ന് കടലപ്പൊതി കണ്ടെത്തിയിരുന്നു. ഫോണിൽ YouTube വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോർച്ച് തെളിച്ചു വെച്ച നിലയിലായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ കാലിൽ ഇഷ്ടിക വെച്ച് കെട്ടി ആറ്റിൽ പോയി ചാടിയെന്ന് കരുതാനാകില്ലെന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. വിപിന് വലിയ കടബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. വിപിൻ നായരുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിപിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് ഉച്ചയോടെ വിട്ടു നൽകിയിട്ടുള്ളത്. എൻ്റെ പേര് മാത്യൂസ്, വൈജു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മാവൻ്റെ മോളുടെ ഹസ്ബൻഡാണ് മരിച്ചത്. ഇത് തീർച്ചയായിട്ടും ദുരൂഹത തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മോളെ കൊണ്ടുപോയാക്കാനായിട്ട് 4 മണിക്ക് വന്നേക്കാന്ന് 4:30 ആകുമ്പോൾ വീട്ടിലെത്തിയേക്കാന്ന് പറഞ്ഞ് പോയ ആളാണ്. വിളിച്ചിട്ട് 4 മണിയായിട്ടും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതിന് മുമ്പാണെങ്കിൽ 2 പാക്കറ്റ് കടല മേടിച്ച് 1 പാക്കറ്റ് മൊത്തം പൊട്ടിച്ച് തിന്നു. അതിനുശേഷം 2 ഡെസ്ക് ഫ്രണ്ടിൽ കിടന്ന 2 ഡെസ്കും മറിഞ്ഞ് കിടക്കുന്നു. അടുത്ത പാക്കറ്റിലെ കടല മൊത്തം നിലത്തോടെ വെതറി കിടക്കുന്നു. പിന്നെ YouTube ഓടിക്കൊണ്ടിരിക്കുന്നു. ബെഡ് മറിഞ്ഞ് കിടക്കുന്നു. കസേര മേശ എല്ലാം മറിഞ്ഞ് കിടക്കുന്നു. നിലത്തോടെ വലിച്ചഴിച്ച പാടുകൾ പോലെയുള്ള പാടുകൾ. പിന്നെ ഒരു ഇഷ്ടിക ആണെങ്കിൽ അകത്ത് വെച്ചിരുന്ന ഇഷ്ടികയാണ് നടുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ അവിടെ തന്നെ വന്ന് കിടക്കുന്നു. പിന്നെ ഒരിക്കലും തുറന്നിടാത്ത മൊത്തം അടച്ചിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ ഫുള്ള് തുറന്ന് കിടക്കുന്നു. 4 മണിക്ക് ലൈറ്റ് കണ്ടതായിട്ടൊരു വള്ളക്കാരൻ പറയുന്നുണ്ട്. അത് അവർ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫാണ്. പിന്നെ ടോർച്ച് തെളിഞ്ഞ് കിടക്കുന്നു. ടോർച്ചാണെങ്കിലും വലിച്ചഴിച്ച ഒരു V ഷേപ്പിൽ വലിച്ചഴിച്ച പോലെ പാടുകളുണ്ട്. പിന്നെ YouTube നോക്കിയിട്ടും കടല തിന്നേച്ച് കുറച്ചിട്ട് പോയിട്ടും സൂയിസൈഡ് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കല്ലുകൾ പുള്ളി ഒരുമിച്ച് 10-12ഓളം കല്ലുകൾ ശരീരത്തിൽ നിന്ന് ഇഷ്ടിക കെട്ടി ഇത് ശരീരത്തിൽ നിന്ന് കെട്ടി. അത്രയും കല്ലുകൾ കെട്ടണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു മണിക്കൂർ എങ്കിലും എടുക്കും. നടക്കാൻ കാലിന് നീരുള്ള കാരണം നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു വിപിൻ. അപ്പം അത്രയും പുള്ളി കല്ലും കെട്ടി 10-12 കല്ലും കെട്ടി കുളത്തിൻ്റെ അവിടം വരെ നീങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇങ്ങനെ ഒരിക്കലും പുള്ളി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജപ്തി നോട്ടീസ് എന്ന് പറയാനായിട്ട് അറിയില്ല. അവർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം 2018 വെള്ളപ്പൊക്കത്തിൽ മൊത്തം നശിച്ചു പോയി. അത് രണ്ടാമത് പുനരുദ്ധരിച്ച്
വീണ്ടും ഒന്നായി വന്നപ്പോഴത്തേക്കും കൊറോണ വന്ന് 2 കൊല്ലം അങ്ങനെയും പോയി. അതോടുകൂടി നല്ല സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ജപ്തി നോട്ടീസിനെ കുറിച്ച് അറിയില്ല, എങ്കിലും നല്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ശത്രുക്കൾ ഒരു കാരണവശാലും വിപിന് ആരും ശത്രുക്കളുണ്ടാവില്ല. കാരണം വളരെ സോഫ്റ്റ് സ്പോക്കണും വളരെ പക്വതയുള്ള ഒരാളായിട്ടാണ് വിപിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അങ്ങനെ നമുക്കറിയില്ല. അങ്ങനെ നമുക്ക് ഇല്ല. അങ്ങനെ നമുക്ക് ബാങ്കുകളിൽ നിന്നാണ്, വ്യക്തികളിൽ നിന്ന് ആരും ഉള്ളതായിട്ട് അറിയില്ല. ബാങ്കുകളിൽ നിന്ന് മാത്രമേ ഉള്ളതായിട്ട് ഞങ്ങളുടെ അറിവിലുള്ളൂ. ഒറ്റ ഇതാണെന്ന് പറഞ്ഞിട്ട് വന്നു.